സൂപ്പർ. ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഒരു നാടൻ ബീഫ് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഫ്രഷ് ബീഫാണ് എടുത്തിരിക്കുന്നത്, ഒരു 1 kg. അപ്പം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിനി ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം. ഇത്രയും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കുക്കർ അടച്ചിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് തക്കാളി, ചെറിയുള്ളി, വലിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും സാധനങ്ങളൊന്നും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ തേങ്ങാക്കൊത്ത്, ചെറിയുള്ളി, കറി ലീവ്സ് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ സവോളയും തക്കാളിയും നമ്മളിപ്പോഴല്ല ചേർക്കുന്നത്. ഇത് ശരിക്ക് ഒന്ന് പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞ ശേഷമാണ് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പൊടികളാണ് കേട്ടോ. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാല എടുക്കുന്നത്. അപ്പം ഞാൻ മീറ്റ് മസാല ഒന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ പൊടിയുടെ മണമൊക്കെ മാറി പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ തക്കാളിയും സവാളയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് നമ്മൾ വെന്ത് തരണം. അതിന് ശേഷം മാത്രമേ നമുക്ക് ബീഫ് ചേർക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അത് അടുത്തോട്ട് നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ബീഫ് ഫ്രൈ നമുക്ക് കുറച്ച് സമയം എടുക്കും അത് റെഡിയായി വരാനായിട്ട്. അപ്പം ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഉപ്പും ഇച്ചിരി ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇതിന് നമ്മൾ പെട്ടെന്ന് ഇതാകത്തില്ല. നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇടയ്ക്കൊന്നിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ വീണ്ടും ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ബീഫ് ഫ്രൈ ആക്കിയെടുക്കുന്നത്. അപ്പം ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും എന്നോട് ചോദിച്ചതാണ് ബീഫ് ഫ്രൈയുടെ റെസിപ്പി. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ഇടണം. എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തരണം കേട്ടോ. എന്നോട് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ബീഫ് ഫ്രൈയുടെ ടേസ്റ്റ് അടിപൊളിയാണ്, ഞങ്ങൾക്ക് റെസിപ്പി ഒന്ന് പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഫോണിൽ വിളിച്ച് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് തേങ്ങാക്കൊത്തൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ആ തേങ്ങാക്കൊത്തൊക്കെ നമ്മൾ ആ സ്റ്റാർട്ടിങ് വറക്കുന്നതുകൊണ്ട് അപ്പം ഞങ്ങൾക്ക് ലാസ്റ്റിൽ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഒരു മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ പിന്നെ മല്ലിയില ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്താണ്. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ആദ്യക്കൂട്ടം സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. അവൻ ചെറിയൊരു എരിവ് പോലെ കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വെൽക്കം ടു അതർ ടോക്സ് ബി വിത്ത് മീ. എൻ്റെ അമ്മയല്ലേ എനിക്കില്ലേ ബീഫ് ഉണ്ടാക്കി തന്നു. എന്തിനാണല്ലോ ഒരാളല്ലേ കോമെന്റ് ചെയ്തു ബീഫിന്റെ റെസിപ്പി എന്താണ്. സോ എന്റെ അമ്മ ഉണ്ടാക്കി തന്നു എനിക്ക് ബീഫ്. ഇതാ ഗൈസ്, നോക്ക് ഗൈസ്, നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഗൈസ്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഗൈസ്. 3, 2, 1. സുഖം. ഓഹോ, കുഞ്ഞാഴ്ച എരിവാ ഗൈസ്. സോ ഞാൻ അയ്യോ എന്റെ ഇവിടെ ഗൈസ് എന്തോ കൊടുങ്ങിയ പോലെ തന്നെ ഗൈസ്. എന്താ ഗൈസ്? കുഞ്ഞു കുറച്ച് ചോറ് കഴിച്ചു നോക്കി, ചോറിന്റെ കൂട്ടത്തിൽ കഴിച്ചു നോക്കി. ഓക്കെ, ചൂടുണ്ടോ? Rain go away. Come again another day. Super. Yes. അല്ല കൊള്ളാം. അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്. എന്താ? നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്,
subscribe and share with our friends.